വീഡിയോയും PDF ഒക്കെ കാണാമോ? ക്യാമറയൊക്കെ? Yes, ma'am. Yes. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആക്സിഡന്റ് ആൻഡ് എമർജൻസി എടുത്തു. പേഷ്യന്റ് ഫ്ലോ പറഞ്ഞിരുന്നു അല്ലെ? പേഷ്യന്റ് ഫ്ലോ പറഞ്ഞു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫോഴ്സ് ആരൊക്കെയാണെന്ന് പറഞ്ഞു. ആരൊക്കെയാണ്? CMO, then consultants, registered nurse, EMT, skilled nursing team, diagnostic technicians, patient care assistant and executives. Okay. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റെക്കോർഡ്സ് ആണ്. ED ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന റെക്കോർഡ്സ് ആണ്. ഏതൊക്കെ റെക്കോർഡ്സുകളാണ് നോക്കാം. ഫസ്റ്റ് വൺ, പേഷ്യന്റ് റെക്കോർഡ്സ്. പേഷ്യന്റ് റെക്കോർഡ്, കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ, ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റെക്കോർഡ്, റെഫറൽ റെക്കോർഡ്, ട്രീറ്റ്മെന്റ് റെക്കോർഡ്, മൈനർ OT റെക്കോർഡ്സ്. ഓരോ നമുക്ക് നോക്കാം. പേഷ്യന്റ് റെക്കോർഡ്സ്. പേഷ്യന്റ് റെക്കോർഡ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും? പേഷ്യന്റിന്റെ ഓൾ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും അല്ലെ? പേഷ്യന്റിന്റെ പേര്, വയസ്സ്, അഡ്രസ്, ഫോൺ നമ്പർ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പേഷ്യന്റ് റെക്കോർഡ്സിൽ ഉണ്ടായിരിക്കും. ഹോസ്പിറ്റൽ നമ്പർ അല്ലെ? ഹോസ്പിറ്റൽ നമ്പർ ഉണ്ടായിരിക്കും. നമുക്കറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ പേഷ്യൻസിന്റെ റെക്കോർഡ്സുകൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ചാർട്ട് അതിന്റെ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ. കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ ഇതിനു വേണ്ടിയിട്ടാണ് ഡെത്ത് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ ഉണ്ടായിരിക്കും. ഒരുപാട് പേഷ്യൻസ് മരണപ്പെടുകയാണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്തതിന് വേണ്ടിയിട്ട് കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, then observation and follow up record. അടുത്ത റെക്കോർഡ് ഏതാണ്? ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റെക്കോർഡ്. പേഷ്യൻസിന്റെ ഒബ്സർവേഷൻ, പേഷ്യൻസിനെ എക്സാമിൻ ചെയ്ത കാര്യങ്ങളും അല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്യുന്ന കാര്യങ്ങളുമായി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റെക്കോർഡ്സുകളും അവിടെ ED ഡിപ്പാർട്ട്മെന്റിനകത്ത് ഉണ്ടായിരിക്കുന്നതാണ്. ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റെക്കോർഡ്സുകൾ. റെഫറൽ റെക്കോർഡ്. എന്താണ് റെഫറൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത്? ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അതുമായി ബന്ധപ്പെട്ട റെഫറൻസ് റെക്കോർഡ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ട്രീറ്റ്മെന്റ് റെക്കോർഡ്. പേഷ്യൻസിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രീറ്റ്മെന്റ് റെക്കോർഡ്സുകൾ ഉണ്ടാകും. മൈനർ OT റെക്കോർഡ്സ്. മൈനർ OT റെക്കോർഡ്സ് എന്താണ്? ഓപ്പറേഷൻ THSമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനമായിട്ടുള്ള ഒരു റെക്കോർഡ്സ് അല്ലെങ്കിൽ OT റെക്കോർഡ്സുകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റെക്കോർഡ്സ് ടൈപ്പ് ഓഫ് ബുക്സ് അവിടെ ഉണ്ടായിരിക്കും. ED ഡിപ്പാർട്ട്മെന്റ്സിൽ ഉണ്ടായിരിക്കും. ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോംസ് ആൻഡ് രജിസ്റ്റർ. ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോംസ് ആൻഡ് രജിസ്റ്റർ എന്താണത്? ഏതെങ്കിലും തരത്തിൽ ആക്സിഡൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെ, ഏത് തരം ഇൻസിഡന്റ് ആണ് ഉണ്ടായിരിക്കുന്നത്, ഏത് പ്ലേസിൽ വെച്ചാണ്, ഏത് തരം വാഹനമാണ് ഇടിച്ചത് അല്ലെ, ഏത് തരം ആക്സിഡന്റ് ആണെന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോംസിൽ ഉൾപ്പെടുന്നത് കേട്ടോ. ഓക്കെ, ഏത് ഡിസ്ട്രിക്റ്റ് ആണ് അല്ലെ ഏത് പ്ലേസിലാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇൻസിഡന്റ് റിപ്പോർട്ട്സിൽ രേഖപ്പെടുത്തുന്നുണ്ടാവും. പറയുന്നത് കേൾക്കുന്നുണ്ടോ? Yes. And attendance registers of all categories of staff. Attendance registers of all categories of staff. ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാ കാറ്റഗറി സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട് വരുന്നവരുടെ അറ്റൻഡൻസ് രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, then register of duty doctors, specialists, etc. ഡ്യൂട്ടി ഡോക്ടേഴ്സിനും അഥവാ
സ്പെഷ്യലിസ്റ്റിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു രജിസ്റ്റർ, ഡ്യൂട്ടി രജിസ്റ്റർ ഉണ്ടായിരിക്കും. അത് ഡ്യൂട്ടി ഏത് സമയത്താണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുന്നതിനായിട്ടുള്ള രജിസ്റ്റർ ഓഫ് ഡ്യൂട്ടി, ഡ്യൂട്ടി ഡോക്ടേഴ്സിന് സ്പെഷ്യലിസ്റ്റിന് വേണ്ടിയിട്ടുള്ളൊരു രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അവരുടെ ഡ്യൂട്ടി ടൈംസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുന്നത്. Then all documents, ബാക്കി എന്തൊക്കെയാണ്? അഡ്മിഷൻ കാർഡ്, കേസ് ഷീറ്റ്, ഡ്രഗ് ചാർട്ട്സ്, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫോംസ്. അഡ്മിഷൻ കാർഡ് നമുക്കറിയാം, അഡ്മിഷൻ ചാർട്ട്. കേസ് ഷീറ്റ് എന്താണ്? കേസ് ഷീറ്റിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ അല്ലെ, ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. ഡ്രഗ് ചാർട്ട്സിൽ എന്താണ്? മെഡിസിൻസ് അല്ലെ, ഡ്രഗ് ചാർട്ട്സിലെ മെഡിസിൻസ് വരുന്നത്, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫോംസ്. ഓക്കെ, അത് ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് റെക്കോർഡ്സുകൾ ഉൾപ്പെടുന്നതാണ് നമ്മളിപ്പോ പറഞ്ഞത്. എന്തൊക്കെയാണ്? അഡ്മിഷൻ കാർഡ്, കേസ് ഷീറ്റ്, ഡ്രഗ് ചാർട്ട്സ്, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫോംസ്. ഓക്കെ, then next one, MLC record with all the diagnostics and investigation result and kept under lock and key under CMO casualty. This is MLC record with all the diagnostic and investigation result and kept under lock and key under CMO casualty. എന്താ പറയുന്നത്? എന്താണ് MLC record എന്ന് പറയുന്നത്? നമ്മള് മെഡിക്കൽ ലീഗോ കേസ് അല്ലെ, മെഡിക്കൽ ലീഗോ ആണ് കേട്ടോ, ലീഗൽ അല്ല, മെഡിക്കൽ ലീഗോ കേസ് ആണ് കേട്ടോ, ലീഗൽ കേസ് ആണ് MLC എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് MLC റെക്കോർഡ്സ് ശരിക്കും വരുന്നത്? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അതിൽ വരുന്നത്? MLC റെക്കോർഡിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? മെഡിക്കോ ലീഗോ കേസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് എന്താണ്? ആക്സിഡന്റ് കേസസ് ആണ് അല്ലെ, കോർട്ടും പോലീസും ഒക്കെ ഉൾപ്പെടുന്ന അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. MLC എന്താണ്? മെഡിക്കോ ലീഗൽ കേസ്, മെഡിക്കോ ലീഗൽ കേസ്. MLC മെഡിക്കോ ലീഗൽ കേസ്. ഓക്കെ, യെസ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് MLC റെക്കോർഡ്സുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ റിസൾട്ട്സുകളൊക്കെ കീപ്പ് ചെയ്യേണ്ടത് ആരാണ്? അല്ലെങ്കിൽ ആ എല്ലാ MLC റെക്കോർഡ്സുകളും ലോക്ക് ചെയ്ത് സൂക്ഷിക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? അണ്ടർ CMO അല്ലെ, CMOന്റെ കീഴിലായിരിക്കണം ഈ റെക്കോർഡ്സുകളൊക്കെ സൂക്ഷിക്കേണ്ടത്. ഓക്കെ, യെസ്. Then ചീഫ് മെഡിക്കൽ ഓഫീസർ. Then medico legal cases, എക്സ്പാൻഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. മെഡിക്കോ ലീഗൽ കേസസ്, മെഡിക്കൽ അല്ല കേട്ടോ, മെഡിക്കോ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. പല ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് മാറിപ്പോവാറുണ്ട് കുട്ടികൾക്കൂടെ. മെഡിക്കൽ അല്ല, മെഡിക്കോ, പ്രത്യേകം ശ്രദ്ധിക്കണേ. ഓപ്ഷൻസ് കാണുമ്പോൾ എല്ലാം ഒരേപോലെ തോന്നും. മെഡിക്കൽ അല്ല, മെഡിക്കോ. മെഡിക്കോ ലീഗൽ കേസസ് ലൈക്ക് ഏതൊക്കെയാണ്? ആക്സിഡന്റ് ആൻഡ് ട്രോമ, അസാൾട്ട്, റേപ്പ്, പോയിസണിങ്, unconscious brought death should be stamped as MLC. അപ്പൊ നമ്മള് മെഡിക്കോ ലീഗൽ കേസസിൽ ഉൾപ്പെടുന്ന കേസസുകൾ ഏതൊക്കെയാണ്? ഒന്ന് ആക്സിഡന്റ് ആൻഡ് ട്രോമ, ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് അല്ലെങ്കിൽ ആഘാതങ്ങളോ, അല്ലെങ്കിൽ അസാൾട്ട് എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ അല്ലെ. ഓക്കെ, നമ്മുടെ കമ്മ്യൂണൽ റൈറ്റ്സ് പോലത്തെ അല്ലെങ്കിൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങള് അല്ലെങ്കിൽ റേപ്പ് അല്ലെ, ഏതെങ്കിലും തരത്തിലുള്ള പീഡനങ്ങള്. Then പോയിസണിങ് എന്താണ്? പോയിസണിങ് എന്താണ്? പോയിസൺ. യെസ്, ഏതെങ്കിലും തരത്തിൽ വിഷപദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഇപ്പോ പോയിസണിങ് നമ്മൾ ചിലപ്പോ എന്താ പറയാ, സൂയിസൈഡ് അറ്റംപ്റ്റുമായി ബന്ധപ്പെട്ട് വരാം അല്ലെ. സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുന്നവരുണ്ടാവും പോയിസൺ കഴിച്ചിട്ട് ഉണ്ടാകുന്ന കേസസ് ഉണ്ട്. അതൊക്കെ എന്താണ് നമ്മൾ മെഡിക്കോ ലീഗൽ കേസസിൽ ഉൾപ്പെടുത്തുന്നത്. നമ്മൾ എത്രയും പെട്ടെന്ന് ഡോക്ടർ ചോദിക്കാറുണ്ട് നമ്മൾ കൊണ്ടുവരുമ്പോൾ അല്ലെ, ഇയാളിത് മനഃപൂർവ്വം കഴിച്ചതാണോ എന്ന് ചോദിക്കാറുണ്ട് ചില സിറ്റുവേഷൻസ്. സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവർ എന്ത് ചെയ്യും? എത്രയും പെട്ടെന്ന് തന്നെ പോലീസിന് ഇൻഫോം ചെയ്യും. അത് ഏത് കേസസിൽ ഉൾപ്പെടും? മെഡിക്കോ ലീഗൽ കേസസിൽ ഉൾപ്പെടുത്തും. ഓക്കെ,
അടുത്തത് എന്താണ്? അൺകോൺഷ്യസ് ബ്രോഡ്ലെറ്റ് ഷുഡ് ബി സ്റ്റാമ്പ്ഡ്. അൺകോൺഷ്യസ് ബ്രോഡ്ലെറ്റ്. എന്താണ് അൺകോൺഷ്യസ് ബ്രോഡ്ലെറ്റ് എന്ന് പറയുന്നത്? അൺകോൺഷ്യസ് ബ്രോഡ്ലെറ്റ് ഒരു കാരണമില്ലാതെ മരിക്കുന്നതാണോ, അല്ലെങ്കിൽ കാരണം മൂലം മരിക്കുന്നതാണോ? ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നത് അല്ലെ? ആള് മരിച്ചു, ഇത് കാരണം അറിയാൻ പാടില്ല, എന്താണെന്ന് അറിയില്ല അല്ലെ? അങ്ങനത്തെ സിറ്റുവേഷൻസ്, ആ ഒരു കേസ് ഏതിലാണ് ഉൾപ്പെടുന്നത്? അതും നമ്മള് MLC, അതായത് മെഡിക്കോ ലീഗൽ കേസിന്റെ സ്റ്റാമ്പിലാണ് നമ്മളത്. അല്ലെങ്കിൽ ഈ ഇത്തരം പറഞ്ഞ കേസുകളെല്ലാം, അല്ലെങ്കിൽ ആക്സിഡന്റ്, ട്രോമ, അസാൾട്ട്, റേപ്പ്, പോയ്സണിങ് ആൻഡ് അൺകോൺഷ്യസ് ബ്രോഡ്ലെറ്റ്, ഇതെല്ലാം തന്നെ നമ്മള് MLC എന്ന റെക്കോർഡിൽ അത് സ്റ്റാമ്പ് ചെയ്യും. ഇതെല്ലാം ഈ കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പൊ പേരുകളൊന്ന് നോട്ട് ചെയ്തിരുന്നു കേട്ടോ. മെഡിക്കോ ലീഗൽ കേസിൽ വരുന്ന കേസുകൾ ഏതൊക്കെയാണെന്ന്: ആക്സിഡന്റ്, ട്രോമ, അസാൾട്ട്, റേപ്പ്, പോയ്സണിങ്, അൺകോൺഷ്യസ് ബ്രോഡ്ലെറ്റ്. ഓക്കെ, ഇതെല്ലാം തന്നെ MLC കൊണ്ടിട്ട് സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം ലീഗൽ കേസസ് ആണ്. ഓക്കെ, യെസ്. Then police intimation book. പോലീസ് ഇന്റിമേഷൻ ബുക്ക് എന്താണ്? പോലീസ് ഇന്റിമേഷൻ ബുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്തിനാണ് ഒരു പോലീസ് ഇന്റിമേഷൻ ബുക്കിന്റെ ആവശ്യകത? പോലീസ് കേസസ് അല്ലേ? ആ പോലീസ് കേസസ്, അതായത് MLCയുടെ കീഴിൽ വരുന്ന ഈ ലീഗൽ കേസസ് ഒക്കെ നമ്മള് യെസ് ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, യെസ്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി കേസസ് ആണ് ഏതിൽ രേഖപ്പെടുത്തുന്നത്? നമ്മള് പോലീസ് ഇന്റിമേഷൻ ബുക്കിൽ രേഖപ്പെടുത്തുന്നത്. ഓക്കെ, യെസ്. These are the records in ED department. ED ഡിപ്പാർട്ട്മെന്റിലുള്ള പ്രധാനപ്പെട്ട റെക്കോർഡ്സുകളാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? പേഷ്യന്റ് റെക്കോർഡ്, കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ, ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റെക്കോർഡ്, റെഫറൽ റെക്കോർഡ്, ട്രീറ്റ്മെന്റ് റെക്കോർഡ്, മൈനർ OP റെക്കോർഡ്, incident report forms are registered, attendant registers of all categories of staff, then register of duty doctors, specialists, etc. Minor OT, minor cases, ചെറിയ കേസസ്, ചെറിയ OT ഓപ്പറേഷൻ തിയേറ്റേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ചെറിയ ചെറിയ സർജറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മൈനർ OT റെക്കോർഡ്സ് വരുന്നത്. ഡോക്ടേഴ്സിന് സ്പെഷ്യലിസ്റ്റിന് വേണ്ടിയിട്ടുള്ള രജിസ്റ്റർ ഉണ്ടായിരിക്കും. ഓൾ ഡോക്യുമെന്റ്സുകൾ, ഓൾ ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? അഡ്മിഷൻ കാർഡ്, കേസ് ഷീറ്റ്, ഡ്രഗ് ചാർട്ട്സ്, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫോംസ്. ഇനി MLCയുടെ കീഴിൽ വരുന്ന എല്ലാ ഇൻവെസ്റ്റിഗേഷൻസിന്റെ റിസൾട്ട്, അതായത് മെഡിക്കൽ ലീഗൽ കേസസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട്സുകളും ആരാണ് സൂക്ഷിക്കേണ്ടത്? CMOയുടെ കീഴിലുള്ള CMO ആയിരിക്കും ഇതെല്ലാം കാഷ്വാലിറ്റിയിൽ, അദ്ദേഹത്തിന്റെ കീഴിലായിരിക്കും ഇതെല്ലാം തന്നെ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത്. ഓക്കെ, മെഡിക്കോ ലീഗൽ കേസസിൽ പ്രധാനമായിട്ട് ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? മെഡിക്കൽ ലീഗൽ കേസസ് ആയിട്ട് നമ്മൾ സ്റ്റാമ്പ് ചെയ്യുന്നത് ഏതൊക്കെ കേസസ് ആണ്? ആക്സിഡന്റ് ആൻഡ് ട്രോമ, അസാൾട്ട്, റേപ്പ്, പോയ്സണിങ്, അൺകോൺഷ്യസ് ബ്രോഡ്ലെറ്റ്. ഓക്കെ, then last one, പോലീസ് ഇന്റിമേഷൻ ബുക്ക്. ഇത്തരം റെക്കോർഡ്സുകളായിരിക്കും പ്രധാനമായിട്ടും ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കുന്നത്. ക്ലിയർ ആണോ? നമുക്ക് അടുത്തത് നോക്കാം. ഫങ്ഷൻസ് ഓഫ് ദ ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസ് വിച്ച് ആർ? ഫങ്ഷൻസ് ഓഫ് ദ ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസസ്. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസസിൽ നടക്കുന്നത്? ഇതൊക്കെയാണ്: to provide immediate and correct life-saving medical care. To provide immediate and correct life-saving medical care. എന്താണ് ED ഡിപ്പാർട്ട്മെന്റിന്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം?
എത്രയും പെട്ടെന്ന് നമ്മൾ ഇമ്മീഡിയറ്റ് കെയർ കൊടുത്തുകൊണ്ട് ആ ലൈഫ് സേവ് ചെയ്യുക അല്ലെ. ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ആ പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ആളുടെ ജീവൻ രക്ഷിക്കാൻ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ട് ആളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, യെസ്, പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് ആൻഡ് കറക്റ്റ് ലൈഫ് സേവിംഗ് മെഡിക്കൽ കെയർ. ടീച്ചർ പറയുന്നത് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക്? Then to lease with courts and police in medico-legal cases whenever required. To lease with the courts and police in medico-legal cases whenever required. ലീസ് എന്ന് പറയുന്നത് പരസ്പര സമ്പർക്കം പുലർത്തുക. അതായത് പ്രത്യേകിച്ച് ED ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് അല്ലെങ്കിൽ മെഡിക്കോ ലീഗൽ കേസുമായി ബന്ധപ്പെട്ട് അവർ തമ്മിൽ അല്ലെങ്കിൽ കോർട്സ് തമ്മിൽ എന്താണ് ഒരു പരസ്പര റിലേഷൻഷിപ്സ് ഇവരുമായി ഒരു നല്ല രീതിയിലുള്ള ബന്ധം പുലർത്തുന്നത്. എന്തിനു വേണ്ടിയിട്ടാണത്? പോലീസുമായിട്ട് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ കോർട്സുമായിട്ട് പോലീസിന് അല്ലെങ്കിൽ ED ഡിപ്പാർട്ട്മെന്റിന് ഒരു ബന്ധം വേണമെന്ന് പറയാനുള്ള കാരണം ED-യിൽ വരുന്ന എല്ലാ കേസുകളും അല്ലെ മെഡിക്കൽ അല്ലെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സംശയാസ്പദമായിട്ട് കാണപ്പെടുന്ന ഏത് സിറ്റുവേഷൻസും ഏതിൽ ഉൾപ്പെടുന്നതാണ്? മെഡിക്കോ ലീഗൽ കേസസിൽ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ നമ്മള് പ്രത്യേകിച്ച് ED ഡിപ്പാർട്ട്മെന്റും പോലീസും കോർട്സും തമ്മിൽ എന്താണ് നല്ല രീതിയിലുള്ള ഒരു പരസ്പര ബന്ധം ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. ലീസ് എന്ന് പറയുന്നത് പരസ്പര ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്. പരസ്പര ബന്ധം പുലർത്തുക. ഓക്കെ, യെസ്. അല്ലാത്ത പക്ഷം എന്താണ്? അത് ആ ഒരു ഹോസ്പിറ്റലിന് തലയിലാവാനുള്ള സാധ്യതയുണ്ട് അല്ലെ. ആ രോഗിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സിറ്റുവേഷൻ വരും. പക്ഷെ അതൊരു ലീഗൽ കേസിലാവണമെങ്കിൽ നിയമപരമായിട്ട് അതിന് വശങ്ങളുണ്ട്. ഓക്കെ, അത് അതിന്റെ വഴിക്ക് കോർട്ട് മുഖേന അല്ലെങ്കിൽ കോടതി മുഖേന നമുക്കത് മൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, third one, to provide ambulance services for the pre-hospital care and transportation of patients to and from the hospital. To provide ambulance services for the pre-hospital care and transportation of patients to and from the hospital. എന്താണ് അപ്പോൾ ഇതിൽ പറയുന്നത്? ആംബുലൻസ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു ഫോർ പ്രീ ഹോസ്പിറ്റൽ കെയർ. എന്താണ് പ്രീ ഹോസ്പിറ്റൽ കെയർ എന്ന് പറയുന്നത്? ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഒന്ന് പറഞ്ഞേ, എളുപ്പമാണോ അത്? Provide ambulance services for pre-hospital care and transportation of patients to and from the hospital. എത്തരത്തിലുള്ള സർവീസസ് ആണ്? ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുൻപ് ആംബുലൻസ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെ. ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ആംബുലൻസിന് ഏത് ഇൻസിഡന്റ് ആണോ നടന്നിരിക്കുന്നത്, ഇൻ കേസ് വീട്ടിലാണെങ്കിൽ എന്താണ് എത്രയും പെട്ടെന്ന് ആംബുലൻസ് എത്തിച്ചത് അല്ലെങ്കിൽ ആംബുലൻസ് വിളിക്കുന്ന സമയം കൊണ്ട് തന്നെ എത്തിച്ചേരാനുള്ള ഒരു സാധ്യത ആര് കാണിക്കണം? ED ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ഫങ്ഷൻസിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, യെസ്. Then to fulfill the role of information and communication center, especially during disasters. To fulfill the role of information and communication center, especially during disasters. എന്താ പറയുന്നത്? To fulfill the role. അതായത് ED ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ ദുരന്തമൊക്കെ സംഭവിക്കുന്ന സമയത്ത് എന്താണ് ഏറ്റവും കൂടുതൽ ഒരു റോള് കൈകാര്യം ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ശരിക്കും പറഞ്ഞാൽ ED ആണ് അല്ലെ. കാഷ്വാലിറ്റിയിലേക്കാണ് എത്രയും പെട്ടെന്ന് നമ്മൾ പേഷ്യൻസിനെ കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ച് ഡിസാസ്റ്റർ പോലെ നമ്മള് വയനാട് ആ ഒരു ചൂരൽമലയിൽ ഉണ്ടായ ഫ്ലഡ് അല്ലെങ്കിൽ ലാൻഡ്സ്ലൈഡ് ഉണ്ടായ സമയത്ത് എത്രയോ പേഷ്യൻസിനെയാണ് കണ്ടിന്യൂസ് ആയിട്ട് കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത് കണ്ടിട്ടില്ല നിങ്ങളാ? ന്യൂസ് കണ്ടവർക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇൻഫർമേഷൻസ് ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു, അതായത് ഡിസാസ്റ്റർ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇൻഫർമേഷൻസ് ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനുള്ള നല്ലൊരു ഫംഗ്ഷൻ അല്ലെങ്കിൽ നല്ലൊരു രീതിയിലുള്ള പ്രവർത്തനമാണ് ആര് കാഴ്ചവെക്കുന്നത്? ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇത്തരത്തിലുള്ള ഡിസാസ്റ്റർ സിറ്റുവേഷൻസിലും എന്താണ് ഇൻഫർമേഷൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെന്റർ ഒരു
എന്താണ് ബേസിക് റോൾ ആണ്, അല്ലെങ്കിൽ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഒരു ബേസിക് റോൾ ആണ് കൈകാര്യം ചെയ്യുന്നത്. അതായത് നമുക്ക് പേഷ്യന്റിന്റെ ഫ്ലോ ആ സമയത്ത് കൂടുതലായിരിക്കും അല്ലെ, ഒരുപാട് പേഷ്യൻസ് ആയിരിക്കും അത്തരത്തിലുള്ള ദുരന്തം ഉണ്ടാവുന്ന സമയത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരുന്നത്. പേഷ്യൻസിന്റെ ഓവർ ഫ്ലോസ് ആയിരിക്കും ഉണ്ടായിരിക്കും ആ ഒരു സിറ്റുവേഷൻസിൽ. ഓക്കെ, then education, training and research activities of medical staff. Then അടുത്ത ഫംഗ്ഷൻ എന്താണ് പറയുന്നത്? education, training and research activities of medical staff. മെഡിക്കൽ സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്ന മെഡിക്കൽ സ്റ്റാഫുകളുണ്ടാകും, അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ, അവർക്ക് വേണ്ടിയിട്ടുള്ള ED ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അവയർനെസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ്സ് അല്ലെങ്കിൽ പരിശീലനങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള റിസർച്ച് പർപ്പസുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്താണ് പുതിയ സ്റ്റാഫുകൾക്ക് കൃത്യമായ രീതിയിൽ എന്താണ് ട്രെയിനിങ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊടുക്കുന്നു. ഓക്കെ, ആ ഒരു ഡ്യൂട്ടി കൂടി ED ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ട്. യെസ്, ഏതൊക്കെ പ്രവർത്തനങ്ങളാണ്, ഏതൊക്കെ ഫങ്ഷൻസ് ആണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസസിൽ വരുന്നത്? ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് ആൻഡ് കറക്റ്റ് ലൈഫ് സേവിംഗ് മെഡിക്കൽ കെയർ. വരുന്ന പേഷ്യൻസിന് നമ്മൾ എത്രയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുക, പേഷ്യൻസിന്റെ ലൈഫ് സേവ് ചെയ്യാനുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. Then courts and police to list with the courts and police and to medical legal cases whenever required. മെഡിക്കൽ ലീഗൽ കേസസുമായി ബന്ധപ്പെട്ടിരുന്ന സമയത്ത് പ്രത്യേകിച്ച് കോർട്സും പോലീസും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ്, നല്ലൊരു ബന്ധം പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ED ഡിപ്പാർട്ട്മെന്റ് പോലീസും കോർട്സുമായിട്ട് എന്താണ് പ്രത്യേകിച്ച് ഇത്തരം കേസസ് ഒക്കെ വരുന്ന സമയത്ത് നല്ലൊരു റിലേഷൻഷിപ്സ് ആണ് പുലർത്തുന്നത്. ഓക്കെ, to provide ambulance services for pre-hospital. അതായത് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ആംബുലൻസ് സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഡിസാസ്റ്റർ നടക്കുന്ന സമയത്തൊക്കെ എന്താണ് ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സെന്റർ ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്നതും ആരാണ്? ED ഡിപ്പാർട്ട്മെന്റ് ആണ്. അതേപോലെ എന്താണ് മെഡിക്കൽ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ED ഡിപ്പാർട്ട്മെന്റിലെ പ്രധാന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കി, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത ഭാഗം എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുർ. അതായത് ED ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവർ ഉറപ്പുവരുത്തേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് നോക്കാം. The ED must be organized and administrated to meet the healthcare needs of its population. The ED must organize and administrated to meet the healthcare needs of its population. ഇവിടെ പോപ്പുലേഷൻ ഉദ്ദേശിക്കുന്നത് ആരെയാണ്? നമ്മുടെ പേഷ്യൻസിനെയാണ് കേട്ടോ. പോപ്പുലേഷൻ എന്ന് പറയുന്നത് പേഷ്യൻസിനെയാണ്. അതായത് ED ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഓർഗനൈസ് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ, പേഷ്യൻസിന്റെ ആവശ്യകതകൾ, ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ പേഷ്യൻസിന്റെ ആവശ്യകതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പേഷ്യൻസിന്റെ ആവശ്യകതകൾ എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട് അത് ഓർഗനൈസ് ചെയ്യുക, അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ്. അതായത് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പേഷ്യൻസിന് നല്ല രീതിയിലാണോ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, അവർക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള അവരുടെ ട്രീറ്റ്മെന്റിന് അവർ ആവശ്യപ്പെടുന്നതനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ്സ് അവർ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ അതൊക്കെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. HA ആണ് അതെല്ലാം ഉറപ്പുവരുത്തേണ്ടത്. പിന്നെ ED ഡിപ്പാർട്ട്മെന്റ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്?
ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അവിടെ എൻഷുർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോ പറയുന്നത്. ഓക്കെ, യെസ്. Then second one, operation of ED must be guided by written policies and procedures. Operation of ED must be guided by written policies and procedures. എന്താ പറയുന്നത്? ED ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന പോളിസീസ് അല്ലെങ്കിൽ എന്താണ് പ്രൊസീജിയറുകളൊക്കെ ഇത് ആരാണ് റിട്ടേൺ ചെയ്യുന്നത്, ആരാണ് എഴുതപ്പെടേണ്ടത്, ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന പോളിസീസ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ഒക്കെ റിട്ടേൺ ചെയ്യേണ്ടത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എല്ലാ ഓപ്പറേഷൻസും റിട്ടേൺ ചെയ്യുന്നത് എഴുതപ്പെടേണ്ടത് ആരാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇതെല്ലാം ഉറപ്പുവരുത്തേണ്ടത്. ഓക്കെ, operation of ED must be guided by written policies and procedures. പറഞ്ഞാണോ നിങ്ങള്? ഓക്കെ. Medical and the nursing director of hospital, along with the appropriate integration of ancillary services, must ensure quality and safety in ED. Medical and nursing director of hospital, along with the appropriate integration of ancillary services, must ensure quality and safety in ED. എന്താണ്? അതായത് മെഡിക്കൽ സ്റ്റാഫുകൾ അല്ലെങ്കിൽ നഴ്സിംഗ് സ്റ്റാഫുകൾ അല്ലെങ്കിൽ നഴ്സും ഇവരൊക്കെ തരുന്ന സേവനങ്ങൾ അല്ലെങ്കിൽ ഈ മറ്റ് ആൻസിലറി സർവീസസിലെ മറ്റനുബന്ധ സേവനങ്ങൾ അതെല്ലാം വളരെ ക്വാളിറ്റി ഉള്ളതാണോ, അല്ലെങ്കിൽ നമ്മുടെ ഈ മെഡിക്കൽ സ്റ്റാഫുകൾ അല്ലെങ്കിൽ നഴ്സുമാര് അല്ലെങ്കിൽ നഴ്സും ഡയറക്ടേഴ്സ് ഇവരൊക്കെ ഒരു EDയിൽ കൊടുക്കുന്ന സേവനങ്ങൾ ഗുണമേന്മയുള്ളതാണോ, അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന അനുബന്ധ സേവനങ്ങളെല്ലാം തന്നെ ക്വാളിറ്റി ഉള്ളതാണോ അല്ലെങ്കിൽ സുരക്ഷിതമായതാണോ എന്നും ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയിൽ ഉൾപ്പെടുന്നതാണ്. ഈ അവർ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞ പോയിന്റ്? യെസ്, അതായത് ഒന്നുകൂടി പറയാം, മെഡിക്കൽ സ്റ്റാഫുകൾ അല്ലെങ്കിൽ നഴ്സിംഗ് സ്റ്റാഫ്സുകളോ മറ്റ് അനുബന്ധ സേവനങ്ങൾ ആൻസിലറി റിപ്പോർട്ട്സ് ആൻസിലറി റെക്കോർഡ് സർവീസസ് എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചത്? കണ്ടില്ലടോ മെസ്സേജ്. ED എന്നല്ല ടീച്ചർ പറഞ്ഞത്, വേറെ എന്തെങ്കിലാണോ പറഞ്ഞത്? പിന്നെന്താ പറഞ്ഞേ? ഹോസ്പിറ്റലോ? നമ്മൾ പറഞ്ഞ എന്താണ്? EDയിൽ കൊടുക്കുന്ന നഴ്സസുമാരും അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റാഫുകളും ED അതല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുന്ന എല്ലാ സേവനങ്ങളും ഗുണമേന്മയുള്ളതാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണെന്നാണ് പറഞ്ഞത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. ഓക്കെ, ക്ലിയർ ആണോ? ചിലപ്പോ എന്തെങ്കിലും പറഞ്ഞപ്പോ മാറിപ്പോയിട്ടുണ്ടാവും കേട്ടോ, ഞാൻ ഓർക്കുന്നില്ല എന്താ പറഞ്ഞത്. യെസ്, എന്തെങ്കിലും മിസ്റ്റേക്ക് എന്തെങ്കിലും തുറന്നു പറയണേ. ഓക്കെ. Appropriateness of emergency care are continually monitored and evaluated. Appropriateness of emergency care are continually monitored and evaluated. എന്താണ് പറയുന്നത്? EDയിൽ കൊടുക്കുന്ന എമർജൻസി കെയറുകൾ അല്ലെ, അല്ലെങ്കിൽ അത് ED ഡിപ്പാർട്ട്മെന്റിൽ ഏത് തരം കെയർ ആണ് കൊടുക്കുന്നത് എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യേണ്ടത് ആരാണ്, അല്ലെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്യേണ്ടതിന്റെ ഡ്യൂട്ടി ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റേതാണ് അല്ലെ. ED ഡിപ്പാർട്ട്മെന്റ് നല്ല രീതിയിലുള്ള കെയർ ആണോ അവരെ കൊടുക്കേണ്ടതെന്ന് ഐഡന്റിഫൈ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യേണ്ടതിന്റെ ഡ്യൂട്ടി HAയുടേതാണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റേതാണ്. ഓക്കെ, യെസ്. The medical director should oversee all aspects of the practice of emergency medicine in ED. The medical director should oversee all aspects of the practice of emergency medicine in ED. എന്താ പറയുന്നത്?
മെഡിക്കൽ ഡയറക്ടർ ആണ്. അല്ലെങ്കിൽ മെഡിക്കൽ ഡയറക്ടർ എന്ത് ചെയ്യണം? ഓവർസീ ചെയ്യണം. അതായത് ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന മെഡിസിനുമായി ബന്ധപ്പെട്ട് വരുന്ന, അല്ലെങ്കിൽ ചിലപ്പോ ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നതിന്റെ കാരണം നമ്മൾ ചിലപ്പോ നമ്മള് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ കൊടുക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് ആയിട്ടുള്ള മരുന്നുകൾ കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കൃത്യസമയത്ത് ആ മരുന്നുകൾ മാറ്റുന്നുണ്ടോ, അതൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യാം. അത് ആരാണ് ചെക്ക് ചെയ്യുന്നത്? മെഡിക്കൽ ഡയറക്ടർ ആണ്. മെഡിക്കൽ ഡയറക്ടർ ആണ് ഇതൊക്കെ ഉറപ്പുവരുത്തുന്നത്. അതായത് കൊടുക്കുന്ന മരുന്നുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ, അല്ലെങ്കിൽ അതുമായി മെഡിസിൻസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഓവർസീ ചെയ്യുന്നത് ആരാണ്? മെഡിക്കൽ ഡയറക്ടർ ആണ്. ഓക്കെ. Then all new staff members should get a formal orientation program that addresses. All new staff members should get a formal orientation program that addresses. എന്താണ് പറയുന്നത്? എന്താണ് ഓറിയന്റേഷൻ എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത്? ഓറിയന്റേഷൻ അതായത് പുതിയ സ്റ്റാഫുകൾ വരുന്ന സമയത്ത്, അല്ലെ, പുതിയതായിട്ട് ED ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്റ്റാഫുകൾ വരുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പരിശീലനങ്ങൾ, ED ഡിപ്പാർട്ട്മെന്റിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് വരുന്നൊരു ഓറിയന്റേഷൻ പ്രോഗ്രാംസ് അല്ലെങ്കിൽ അവയർനെസ് പ്രോഗ്രാംസുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രാക്ടീസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസുകൾ ഉൾപ്പെടുത്തുന്നതും ആരാണ്? HA ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. ഓക്കെ. അതായത് അവരുടെ ജോബിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു എമർജൻസി സിറ്റുവേഷൻസ് വന്നത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഏതൊക്കെ മെത്തേഡ്സ് ആണ് അവിടെ സ്വീകരിക്കേണ്ടത്, ഏതൊക്കെ ഡിവൈസസ്, ഏതൊക്കെ ടൂൾസ് എവിടെയാണ് ഇരിക്കുന്നത്, എങ്ങനെയാണ് ആ ഒരു സമയത്ത് പ്രവർത്തിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് ന്യൂ സ്റ്റാഫുകൾക്ക് ഓറിയന്റേഷൻ ക്ലാസ്സുകൾ കൊടുക്കുന്നു. ഓക്കെ. മിഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താണ് മിഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ? ED ഡിപ്പാർട്ട്മെന്റിന്റെ ദൗത്യം അല്ലെങ്കിൽ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഹോസ്പിറ്റലുമായി പ്രത്യേകിച്ച് ED ഡിപ്പാർട്ട്മെന്റ് ഇത്തരത്തില് വിഷൻ ഇവ കൈവരിക്കുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടതും HAയുടെ ഉത്തരവാദിത്വത്തിൽ ഉൾപ്പെടുന്നതാണ്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം മിഷൻ ഉണ്ടായിരിക്കും, അല്ലെ, പ്രത്യേകിച്ച് ED ഡിപ്പാർട്ട്മെന്റില് ലൈഫ് സേവ് ചെയ്യാന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും. പ്രത്യേക ട്രീറ്റ്മെന്റും കൊടുക്കുക, ആ പേഷ്യന്റിനെ നമ്മൾ രക്ഷിക്കുക, ലൈഫ് സേവ് ചെയ്യാന്നുള്ളതാണ് അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു മിഷനോട് കൂടിയിട്ട് നല്ല രീതിയിൽ അവർ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്യുന്നതും ആരായിരിക്കും? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ED ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പ്രവർത്തനങ്ങളാണ്. ഓക്കെ. ഓക്കെ. ബോറടിക്കണ്ടോ? ബോറടിക്കണ്ട പിള്ളേരെ? ചെറുതായിട്ട്. ഓക്കെ. നല്ല കുട്ടികള്, ഒരു ബോറും ഇല്ലാത്ത കുട്ടികള്. ഓക്കെ. നെക്സ്റ്റ് വൺ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഓഫ് ദ ED. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഓഫ് ED. എന്താണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്? പ്രത്യേക നടപടിക്രമങ്ങൾ, എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന നടപടിക്രമങ്ങൾ ഉണ്ട്, അല്ലെ, പ്രൊസീജിയേഴ്സ്, സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് എന്താണ്, അതൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്യുന്നത് ആരാണ്? HA ആണ് കേട്ടോ. ED പാലിക്കേണ്ട പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, SOP എന്ന് നമ്മൾ അതിനെ ഷോർട്ട് ഫോമിൽ പറയും. SOP എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഓഫ് ദ ED. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പാലിക്കേണ്ടതായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സുകൾ എല്ലാ സ്റ്റാഫുകളും പാലിക്കുന്നുണ്ടോ എന്ന് കൂടി HA എൻഷുർ ചെയ്യുന്നുണ്ട്. ഓക്കെ. Responsibilities of each member of the ED staff. Responsibilities of each member of the ED staff. അതായത് അവിടുത്തെ ഓരോ ED സ്റ്റാഫുകളും, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഓരോ സ്റ്റാഫുകളും റെസ്പോൺസിബിൾ ആയിട്ടാണോ പ്രവർത്തിക്കുന്നത്, കൃത്യമായിട്ട് ടൈമിങ്ങിൽ വരുന്നുണ്ടോ, രോഗികളെ നല്ല രീതിയിൽ കെയർ കൊടുക്കുന്നുണ്ട്, എമർജൻസി സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്നതൊക്കെ കൃത്യമായിട്ട് HA വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ. അവരൊക്കെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കലാണ് ആരുടെ ഉത്തരവാദിത്തം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്.
എല്ലാ സ്റ്റാഫുകളും കൃത്യത പാലിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. Then triage and screening of each patient must be performed by a physician or trained RN with EMT. ഇവിടെ RN ഉണ്ട് കേട്ടോ, അവിടെ RN എന്നുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇല്ലെങ്കിൽ അവിടെ ഒന്ന് എഴുതി ചേർക്കണേ. ഒരു പോയിന്റ് വിട്ടുപോയി. ഒരു പോയിന്റ് വിട്ടുപോയി, അത് പറഞ്ഞു പോയില്ല. നോക്കട്ടെ. സ്റ്റാഫ് മസ്റ്റ് ഇംപ്രൂവ് ദെയർ പ്രൊഫഷണൽ നോളജ് ആൻഡ് സ്കിൽ. എന്താണ് സ്റ്റാഫ് മസ്റ്റ് ഇംപ്രൂവ് ദെയർ പ്രൊഫഷണൽ നോളജ് ആൻഡ് സ്കിൽ എന്ന് പറയുന്നത്? അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളും തന്റെ പ്രൊഫഷണൽ സ്കില്ലുകൾ അല്ലെങ്കിൽ തന്റെ അറിവും വൈദഗ്ധ്യവും ഏകദേശം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണിക്കേണ്ടത് എവിടെയാണ്? ET ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ് അല്ലെ. അപ്പൊ സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് മാക്സിമം അവരുടെ സ്കിൽസ് എങ്ങനെയാണ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് കാണിക്കുന്നതാണ് അവർ ശരിക്കും പ്രൊഫഷണൽസ് എന്ന് പറയുന്നത് അല്ലെ. അവിടെയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യേണ്ടത്. എത്രത്തോളം നോളജ് അക്യൂർ ചെയ്തിട്ടുണ്ട് അതൊക്കെ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെ അവർ പാലിക്കുന്നുണ്ട്, ആ സ്കിൽസ് ഒക്കെ അവിടെ എത്രത്തോളം അവരവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്നതിലാണ് ഏറ്റവും പ്രധാനം. ദെൻ ഓരോ സിറ്റുവേഷൻ, ഓരോ എമർജൻസി സിറ്റുവേഷൻ കഴിയുന്നതോറും എന്താണ് അവർക്ക് എക്സ്പീരിയൻസ് ആകണം അല്ലെ. ഓക്കെ, അപ്പോ എക്സ്പീരിയൻസ് ആകുന്ന സമയത്ത് എന്താണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, staff must improve their professional knowledge and skill. അപ്പൊ അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നും അവരുടെ പ്രൊഫഷണൽ സ്കിൽസുകളിൽ അനുസരിച്ചിട്ടാണോ പ്രവർത്തിക്കുന്നുണ്ടോ എന്നും HA ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത പോയിന്റ്, triage and screening of each patient must be performed by a physician or trained RN with the EMT. ഇനി നമ്മള് ട്രയേജ് പഠിച്ചല്ലേ. ട്രയേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യന്റിന്റെ സിവിയറിറ്റി നോക്കിയിട്ടാണ് നമ്മൾ ട്രയേജ്, പേഷ്യൻസിനെ സോർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. ആ ഒരു പ്രോസസ്സിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തത് ആരൊക്കെയാണ് ട്രയേജ് പ്രോസസ്സില്? ഒന്നല്ലെങ്കിൽ ഫിസിഷ്യൻ എന്തായിരിക്കാം, അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് നഴ്സ് RN അല്ലെങ്കിൽ EMT ആയിരിക്കുള്ളൂ ഒരു പ്രത്യേകിച്ച് പേഷ്യൻസിനെ ട്രയൽ സ്റ്റേജസിൽ പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്നത്. അത്തരത്തിൽ ആ ഒരു സമയത്ത് ട്രയേജ് ചെയ്യുന്ന സമയത്ത്, ട്രയേജ് പ്രോസസ് ചെയ്യുന്ന സമയത്ത് ഫിസിഷ്യൻസും അല്ലെങ്കിൽ രജിസ്റ്റേർഡ് നഴ്സും EMT ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് എങ്ങനെയാണെന്നൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. HA ഉറപ്പുവരുത്തുന്നുണ്ട്. അത് കൃത്യമായിട്ട് അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. Triage and screening of each patient must be performed by a physician or trained RN with the EMT. EMT ആരാണ്? എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. മനസ്സിലായോ പിള്ളേരെ പറഞ്ഞ പോയിന്റ്? യെസ്. അടുത്തത്, eligible and appropriate medical record must be established for each individual. Eligible and appropriate medical record must be established for each individual. എന്താണ് എലിജിബിൾ എന്ന് പറഞ്ഞതാണ്? കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മെഡിക്കൽ റെക്കോർഡ്സുകളായിരിക്കണം. അതൊക്കെ ഓരോ ഇൻഡിവിജ്വൽസിനും വ്യക്തമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം മെഡിക്കൽ റെക്കോർഡ്സുകൾ തയ്യാറാക്കേണ്ടത്. അതായത് നമ്മൾ കണ്ടിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സ് ചിലവരെ എഴുതുന്നത് ഒന്നും മനസ്സിലാവാറില്ല അല്ലെ. എന്താ എഴുതി വെച്ചിരിക്കുന്നൊന്നും മനസ്സിലാവാറില്ല. പ്രത്യേകിച്ച് ഡോക്ടേഴ്സ് ഒക്കെ വര പോലെ ഇങ്ങനെ ഇരിക്കും, ഒന്നും മനസ്സിലാവില്ല. പക്ഷെ അങ്ങനെയാണോ എഴുതേണ്ടത്? അങ്ങനെയായിരിക്കണം എഴുതേണ്ടത്. വായിക്കത്തക്ക വിധത്തില്, പ്രത്യേകിച്ച് പേഷ്യൻസിന് സൂക്ഷിച്ചു വെക്കാവുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കുള്ളൂ അല്ലെ. പേഷ്യൻസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളായിരിക്കുള്ളൂ. അപ്പൊ അത് കുറച്ചുകൂടി ലെജിബിൾ ആവുന്നത്, വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും അത് റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ, പേഷ്യൻസിന്റെ ഇത്തരം റെക്കോർഡ്സുകളൊക്കെ സൂക്ഷിച്ചു വെക്കേണ്ട ഉത്തരവാദിത്തം ആരുടേതാണ്? HAയുടേതാണ് കേട്ടോ. പേഷ്യൻസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ റെക്കോർഡ്സുകളും സൂക്ഷിച്ചു വെക്കേണ്ട ഉത്തരവാദിത്തം HAയിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, the minimum set of SOPs should be available for. The minimum set of SOPs should be available for. എന്താണ് SOPs എന്ന് പറഞ്ഞാൽ? നമ്മള്
സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. എന്തൊക്കെയാണ് മിനിമം സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്? എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, റിസീവിംഗ് ഓഫ് ദ പേഷ്യൻസ്. പേഷ്യന്റിനെ നമ്മൾ റിസീവ് ചെയ്യുക. ദെൻ അതിനുശേഷം എന്താണ്? രജിസ്ട്രേഷൻ ഓഫ് ദ പേഷ്യന്റ്. പേഷ്യന്റിനെ വന്ന പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യുക. ദെൻ ട്രയലേജ് ഓഫ് ദ പേഷ്യന്റ്. എന്താ ചെയ്യേണ്ടത്? പേഷ്യന്റിനെ സോർട്ട് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ പേഷ്യന്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. ദെൻ ലാസ്റ്റ് വൺ, ഷിഫ്റ്റിംഗ് ഓർ ട്രാൻസ്ഫറിംഗ് വിത്തിൻ ദ ഹോസ്പിറ്റൽ. അല്ലെങ്കിൽ പേഷ്യൻസിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക മറ്റൊരു ഹോസ്പിറ്റലിലേക്ക്, അല്ലെങ്കിൽ എന്താണ്? ട്രാൻസ്ഫർ വിത്തിൻ ദ ഹോസ്പിറ്റൽ. വിത്തിൻ ഹോസ്പിറ്റൽ എന്താണ്? വിത്തിൻ ദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുക. ഇതാണ് പ്രധാനമായിട്ടും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സിൽ ഉൾപ്പെടുന്ന മിനിമം സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഒന്ന്, പേഷ്യൻസിനെ നമ്മൾ റിസീവ് ചെയ്യുക, റിസീവിംഗ് ഓഫ് ദ പേഷ്യന്റ്, registration of the patient, triage of the patient, and shifting or transfer within hospital. കഴിഞ്ഞില്ല. ഇനി എന്റെ പ്രൊസീജിയേഴ്സ് നോക്കാം. എന്തൊക്കെയാണ്? റെഫറൽ ഓഫ് ദ പേഷ്യന്റ്. എന്താണ് റെഫറൽ ഓഫ് ദ പേഷ്യന്റ്? ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞു നോക്കി, ട്രാൻസ്ഫർ വിത്തിൻ ദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞില്ലേ, അത് ഹോസ്പിറ്റലിനകത്ത് തന്നെയുള്ള ട്രാൻസ്ഫർ ആണ്. അതായത് ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറി. പിയിൽ നിന്ന് കാർഡിയാക് അറസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കാർഡിയാക് ഡിപ്പാർട്ട്മെന്റിലേക്ക് പേഷ്യന്റിനെ മാറ്റും കേട്ടോ. അതാണ് ട്രാൻസ്ഫർ വിത്തിൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിനകത്ത് നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റുന്നതിനാണ് നമ്മൾ വിത്തിൻ ദ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ റെഫറൽ ഓഫ് ദ പേഷ്യന്റ്. റെഫറൽ ഓഫ് ദ പേഷ്യന്റ് എന്താണ്? റെഫറൽ ഓഫ് ദ പേഷ്യന്റ്. റെഫർ ചെയ്യാന്ന് പറയുന്നത് നമ്മള് എങ്ങോട്ടാ റെഫർ ചെയ്യുന്നത്? വേറെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യും. അപ്പൊ റെഫർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ അവിടെ അതൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതിനാണ് റെഫർ ഓഫ് ദ പേഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ കൊണ്ടുവന്നതിന് ശേഷം ചിലപ്പോൾ അവിടെ എന്തെങ്കിലും സൗകര്യങ്ങൾ കുറവാണെങ്കിൽ, ഫെസിലിറ്റീസ് കുറവാണെങ്കിൽ നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് റെക്കമെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യും പേഷ്യന്റിന്. ഓക്കെ. റെഫർ ചെയ്ത് കൊടുക്കും. ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് എന്ന് ഡോക്ടർ ചിലപ്പോൾ എഴുതി കൊടുക്കും. പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങി നമ്മൾ ആ ചാപ്റ്റർ ഒക്കെ പഠിക്കാൻ പോകുന്നുണ്ട്, ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എന്തൊക്കെയാണെന്നൊക്കെ. അപ്പോ ആ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ദെൻ ഡിസ്ചാർജ് ഓഫ് ദ പേഷ്യന്റ്. ഡിസ്ചാർജ് ഓഫ് ദ പേഷ്യന്റ് എന്താണ്? പേഷ്യൻസിന്റെ ഡിസ്ചാർജ് അല്ലെ. ഓക്കെ. ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ഫോളോ അപ്സും മെഡിക്കേഷൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് പേഷ്യൻസിനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നു. Then brought in death cases. Brought in death cases എന്താണ്? Brought in death cases ഒരാൾ മരിച്ചാണ് വരുന്നതെങ്കിൽ, അല്ലെ വരുന്നതിന് ശേഷം മരിച്ചാണെങ്കിൽ എന്താണ്? ആ ഒരു സമയം കൊണ്ട് അവിടെ പോലീസ് വരുന്നു. അവിടെ പോലീസ് വന്നതിന് ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു. പിന്നെ എന്താണ്? ഡെഡ് ബോഡി വിട്ടു കൊടുക്കുന്നു. അതാണ് ബ്രോട്ട് ഇൻ ഡെഡ് കേസസ് എന്ന് പറയുന്നത്. അതായത് ഡെഡ് കേസസ് എന്ന് പറയുന്നത് എന്താണ്? പ്രത്യേകിച്ച് എന്താണ് ഇതിന് മരിച്ചു വരുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ പോലീസ് വന്നതിന് ശേഷം എന്താണ്? അവിടെ പോസ്റ്റ്മോർട്ടം നടക്കുന്നു. അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമാണ് നമ്മളെ ബോഡി വീട്ടിലേക്ക് കൊടുത്തു വിടേണ്ടത്. ഓക്കെ. യെസ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് ആണ്. പിന്നെ കോഡ് ബ്ലൂ. കോഡ് ബ്ലൂ എന്തിനു വേണ്ടിയിട്ടാണ്? കാർഡിയാക് അറസ്റ്റ് സംഭവിക്കുന്ന സമയത്ത്. കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടതാണ് നമ്മള് കോഡ് ബ്ലൂ എന്ന് പറയുന്നത്. നമ്മള് 3-4 മോഡ്യൂളിലൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട്. റെസ്പോൺസ് കോഡുകൾ ഏതൊക്കെ? പല കളർ കോഡ്സുകൾ പഠിക്കും. റെഡ് എന്ന് പറയുന്നത് എന്തിന്റെ കോഡാണെന്ന് അറിയാമോ? റെഡ് കളർ നമുക്ക് അറിയാൻ പറ്റും. റെഡ് കളർ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എന്തിന്റെ റെസ്പോൺസ് കളറാണ് റെഡ്? ബ്ലഡ് ആണോ? ഫയർ, എമർജൻസി എക്സിറ്റ് അല്ലെ. എമർജൻസി എക്സിറ്റ് അല്ലെങ്കിൽ ഫയറുമായി ബന്ധപ്പെട്ടാണ് റെഡ് കളർ പറയുന്നത്. കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ട് കാർഡിയാക് അറസ്റ്റ് സംഭവിക്കുന്ന സമയത്താണ് ബ്ലൂ കളർ പുറപ്പെടുവിക്കുന്നത്. അപ്പൊ ഇനി ഒരു പേഷ്യന്റ് മിസ്സിംഗ്, ചൈൽഡ് മിസ്സിംഗ് ആവുന്ന സമയത്ത് ഏത് കളറാണെന്ന് അറിയാമോ? പിങ്ക് കളർ. ഓക്കെ. അങ്ങനെ ഓരോ കളേഴ്സും ഡിസാസ്റ്ററുമായിരിക്കും. റെസ്പോൺസ് കോഡുമായി ബന്ധപ്പെട്ട് കളേഴ്സ് വരുന്നുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. ഓക്കെ. കോഡ് ബ്ലൂ എന്തിനെ സൂചിപ്പിക്കുന്നു? കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പൊ കാർഡിയാക് അറസ്റ്റുമായി ഒരു പേഷ്യന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന സമയത്ത് എന്താണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ
ഡോക്ടേഴ്സ് എന്താണ് കാർഡിയാക് ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്രയും പെട്ടെന്ന് വിവരങ്ങൾ അറിയിക്കുകയും എത്രയും പെട്ടെന്ന് എന്താണ് അവർക്ക് വേണ്ടിയിട്ടുള്ള സർജറീസുമായി കാർഡിയാക്കുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ഡിപ്പാർട്ട്മെന്റ് എല്ലാ കാര്യങ്ങളും സജ്ജമാക്കും. ഒരു കോഡ് ബ്ലൂ പുറപ്പെടുവിക്കുന്ന സമയത്ത് അവർക്കറിയാൻ പറ്റും അലേർട്ട് കണ്ടാൽ ഏതാണ് കോഡ് എന്ന്. അപ്പൊ കോഡ് ബ്ലൂ ഇങ്ങനെ സൂചിപ്പിക്കുന്നു കാർഡിയാക് അറസ്റ്റ്. അത് എഴുതി വെച്ചോളൂ കേട്ടോ. ദെൻ മെഡിക്കോ ലീഗൽ കേസസ്. എന്താണ് മെഡിക്കോ ലീഗൽ കേസസുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സുകൾ? നമ്മൾ പഠിച്ചല്ലേ മെഡിക്കോ ലീഗൽ കേസസ് ഏതൊക്കെയാണെന്ന്? ആക്സിഡന്റ്, ട്രോമ, പോയിസണിങ്, അസാൾട്ടസ്, പിന്നെന്താണ് റേപ്പ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, മെഡിക്കോ ലീഗൽ കേസസ് വരുന്നത്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സുകൾ. ദെൻ ക്ലിനിക്കൽ പ്രോട്ടോകോൾസ്. എന്താണ് ക്ലിനിക്കൽ പ്രോട്ടോകോൾസ്? ക്ലിനിക്കൽ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് എന്ന് പറയാം, ഒരു രോഗി ട്രീറ്റ്മെന്റിന് വന്നു, അതിനുശേഷം ആള് മരിച്ചാല്, ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് ആൾ മരിച്ചു പോകുന്ന സമയത്ത് ആളുടെ ബോഡി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോൾസിലാണ് ക്ലിനിക്കൽ പ്രോട്ടോകോൾസിൽ ഉൾപ്പെടുന്നത് കേട്ടോ. ഒരു രോഗി ട്രീറ്റ്മെന്റ് ആയി വന്ന് അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെടുകയാണെങ്കിൽ ആ ബോഡിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബോഡി പേഷ്യൻസിന്റെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്ന പ്രൊസീജിയേഴ്സ് ഒക്കെയാണ് എന്തിൽ വരുന്നത്? ക്ലിനിക്കൽ പ്രോട്ടോകോൾസിൽ വരുന്നത്. ഓക്കെ, പിന്നെ നമ്മളിത് പറഞ്ഞ എന്താണ്? മിനിമം സെറ്റ് ഓഫ് SOPs ആണ്, ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ആണ്. ഈ ഡിപ്പാർട്ട്മെന്റിൽ ഉറപ്പുവരുത്തേണ്ട സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. റിസീവിംഗ് ഓഫ് ദ പേഷ്യന്റ്, registration of the patient, triage of the patient, shifting, transfer within the hospital, referral of the patient, discharge of the patient, broken death cases, code blue, medical legal cases and clinical protocols. ഈ SOPs ഇമ്പോർട്ടന്റ് ആണ്. SOPs കീഴിൽ വരുന്ന മിനിമം സെറ്റ് ഓഫ് SOPs സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചത് പഠിച്ചു വെക്കണം കേട്ടോ. 10 ഉണ്ട്. 10 സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 10 പഠിക്കണം. ഇനി ഒന്നും കൂടി ബ്രീഫ് ആയിട്ട് പറയട്ടെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ED ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ എന്താണ് പറഞ്ഞത്? ED must be organized and administrated to meet the healthcare needs of its population. എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ആ പേഷ്യൻസിന്റെ എല്ലാ, അതായത് ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ആ ഒരു വരുന്ന പേഷ്യൻസിന്റെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ കൃത്യമായി അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. പേഷ്യൻസിന്റെ ആവശ്യാനുസരണം എന്താണ് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ED ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കേണ്ടത് അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യേണ്ടത്. എന്ന് അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. Then operation of ED must guided by written policies and procedures. ഇതാണ് റിട്ടേൺ പോളിസീസും പ്രൊസീജിയേഴ്സ് ഒക്കെ സെറ്റ് ചെയ്യേണ്ടതുമാരാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. EDയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഒക്കെ സെറ്റ് ചെയ്യേണ്ടത് ആരാണ്? HA ആണ്. Then medical and nursing director of the hospital along with the appropriate integration of ancillary services must ensure quality and safety in ED ഡിപ്പാർട്ട്മെന്റില് നഴ്സസും മെഡിക്കൽ സ്റ്റാഫുകളും കൊടുക്കുന്ന സേവനങ്ങൾ അല്ലെങ്കിൽ സർവീസസ് ഒക്കെ അല്ലെങ്കിൽ മറ്റനുബന്ധ സേവനങ്ങളെല്ലാം തന്നെ ക്വാളിറ്റി ഉള്ളതാണോ എന്ന് കൂടി അവിടെ വെരിഫൈ ചെയ്യുന്നു. ആരാണ്? HA ഉറപ്പുവരുത്തേണ്ടതാണ്. ഓക്കെ, appropriateness of emergency care and continually monitored and evaluated. ഇവിടെ എമർജൻസി കെയറിൽ കൊടുക്കുന്ന എല്ലാ കെയറും അല്ലെങ്കിൽ എമർജൻസി പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് HA ഡിപ്പാർട്ട്മെന്റ്സ് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ, മോണിറ്റർ ചെയ്യുകയും അത് കൃത്യമായിട്ട് വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. യെസ്. Then the medical director should oversee all aspects of the practice of emergency medicine in ED. മെഡിക്കൽ ഡയറക്ടർ ആണ് എന്താണ് മെഡിസിൻസുമായി എമർജൻസി മെഡിസിൻസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഓവർസീ ചെയ്യുന്നത് ആരാണ്? മെഡിക്കൽ ഡയറക്ടർ ആണ്. എമർജൻസി മെഡിസിൻസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? പ്രധാനമായിട്ടും എക്സ്പയറി ഡേറ്റ് ഉള്ള മരുന്നുകളാണ്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളാണോ അല്ലെങ്കിൽ
കൂടുതൽ സ്റ്റോക്ക് വന്ന മരുന്നുകളാണ് അല്ലെങ്കിൽ ഒരുപാട് നാള് സ്റ്റോക്ക് ഇരുന്ന മരുന്നുകളാണോ കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് മെഡിസിൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പുതിയ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ട് ന്യൂ ഓറിയന്റേഷൻ പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടോ, പിന്നെ എന്താണ് ഹോസ്പിറ്റൽ ED ഡിപ്പാർട്ട്മെന്റിന്റെ മിഷൻസ് അനുസരിച്ചിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ടോ, അവർക്ക് ED ഡിപ്പാർട്ട്മെന്റ് മാത്രമായിട്ട് എന്താണ് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സുകൾ കൊടുക്കുന്നുണ്ട്, അത് അവർ പാലിക്കുന്നുണ്ടോ എന്ന് കൃത്യമായി ചെക്ക് ചെയ്യുന്നു. ദെൻ ഓരോ ED സ്റ്റാഫ് മെമ്പേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി അവരുടെ ഉത്തരവാദിത്തങ്ങൾ കാര്യക്ഷമമായിട്ടാണോ കൈകാര്യം ചെയ്യുന്നത് എന്ന് ആര് ചെക്ക് ചെയ്യുന്നുണ്ട്, വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഓരോ ED സ്റ്റാഫിന്റെ റെസ്പോൺസിബിലിറ്റീസ്, പിന്നെ അവരുടെ പ്രൊഫഷണൽ നോളജ് ആൻഡ് സ്കിൽസ് കൃത്യമായി അതെല്ലാം ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. പിന്നെന്താണ് ഈ ഒരു സിറ്റുവേഷൻസിൽ ഈ ED ഡിപ്പാർട്ട്മെന്റിൽ പ്രത്യേകിച്ച് ട്രയൽസ് പ്രോസസ് നടക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് പേഷ്യൻസിനെ നോക്കുന്നത് ആരൊക്കെയാണ്, ഫിസിഷ്യൻസ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് നഴ്സ് അല്ലെങ്കിൽ EMT അല്ലെങ്കിൽ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ് ആണെങ്കിൽ ട്രയൽസ് അല്ലെങ്കിൽ സീനിയർ സെഷൻസിൽ ഇനീഷ്യേറ്റീവ് എടുത്തവരെ പേഷ്യൻസിനെ നോക്കുന്നത്. Then eligible and appropriate medical record must be established for each individual. എന്താ പറയുന്നത്, എല്ലാ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് വരുന്ന മെഡിക്കൽ റെക്കോർഡ്സ് വളരെയധികം എലിജിബിൾ ആയിരിക്കും, വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം തയ്യാറാക്കേണ്ടത്. ഈ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്സുകൾ അല്ലെങ്കിൽ ഈ റെക്കോർഡ്സുകൾ ആരാണ് സൂക്ഷിച്ചു വെക്കുന്നത്, ആണ് കേട്ടോ. ഇതൊക്കെ സൂക്ഷിച്ചു വെക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ആണ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, പിന്നെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് അനുസരിച്ചിട്ട് ED ഡിപ്പാർട്ട്മെന്റിന് പ്രത്യേകമായിട്ട് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സുകൾ പറയുന്നുണ്ട്. പ്രധാനമായിട്ട് അവര് പാലിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഓക്കെ, ഈ 10 പോയിന്റ് പഠിച്ചു വെക്കുന്നുണ്ട്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. SOP വരുന്ന മിനിമം സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഏതൊക്കെയാണെന്ന് പഠിക്കണം. മനസ്സിലായോ ഓണം വരെ? എന്റെ സംശയം ചോദിക്കാം കേട്ടോ. ക്ലിയറാണോ? ഓക്കെ, എന്നാൽ ലെഫ്റ്റ് ആയിക്കോളൂ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.